ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ വിൻ്ററൊക്കെ മാറി, പക്ഷേ വിൻ്ററിൻ്റെ സീസൺ മാറി, പക്ഷെ നല്ല കോൾഡൊക്കെ ഉണ്ട്. നല്ല വിൻഡി ഡേയും ആണ് ഇന്ന്. അന്നേരം ഞങ്ങളിന്ന് ചുമ്മാ ഒരു ഷോപ്പിങ്ങിന് പോവാണ്. വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമല്ല, ഒരു കുഞ്ഞ് ബർത്ത്ഡേ ഗിഫ്റ്റിന് ഷോപ്പിംഗ്. നൈനുവിൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് പോണത്? Because my friend, his name is Nelly, we're going to buy hairband for my Nelly. ഹെയർ ബാൻഡ് ആണോ വാങ്ങേണ്ടത്? ഓക്കെ. And then we're going to buy small toy for me. ഓക്കെ. അപ്പോൾ നൈനുവിൻ്റെ ഫ്രണ്ടിന് ഹെയർ ബാൻഡ് വാങ്ങാനാണ് പോണത്. അവളാണ് പറഞ്ഞത് ഫ്രണ്ടിന് ഹെയർ ബാൻഡ് മതിയെന്ന്. എനിക്ക് തോന്നുന്നു അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഇത് സ്കൂളിലെ ഫ്രണ്ടാണ്. ഇവിടെ ബർത്ത്ഡേക്ക് സ്കൂളിലെ ഫ്രണ്ട്സിനെയാണ് കൂടുതൽ വിളിക്കുക. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ വീടിന് ചുറ്റോടെ നമ്മുടെ ഫ്രണ്ട്സിനല്ലേ വിളിക്കുക, സ്കൂളിലെ ഫ്രണ്ട്സിനല്ലല്ലോ കൂടുതൽ വിളിക്കുക. ഇവിടെ സ്കൂളിലെ ഫ്രണ്ട്സിനെയാണ് വിളിക്കുക. അച്ഛൻ്റെ അമ്മയുടെയും ഫ്രണ്ട്സിനൊന്നും വിളിക്കില്ല. ഞങ്ങൾ വിളിക്കാറുണ്ട്, പക്ഷേ ഇവർ ഇത്തും കൂടി വലുതായി കഴിഞ്ഞൊരു സമ്മതിക്കേ ഇല്ല. സ്കൂളിലെ ഫ്രണ്ട്സിനെ വിളിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഞാനുൻ്റെ സ്കൂളിലെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്കൊരു ഹെയർ ബാൻഡ് വാങ്ങാൻ പോവാണ്. ഞാൻ വേറെ കുറേ ഓപ്ഷൻസൊക്കെ കൊടുത്തു വാങ്ങണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, ഹെയർ ബാൻഡ് മതിയെന്ന്. ഇവർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഹെയർ ബാൻഡ് വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. അതാണ് തോന്നുന്നുണ്ട് ഹെയർ ബാൻഡ് വേണമെന്ന് തന്നെ പറയണത്. അപ്പം നമ്മളത് വാങ്ങാൻ പോവാണ്. ഇത് കൂട്ടാൻ സ്ട്രോളറിൽ കയറിയ അപ്പം ഉറങ്ങും. നമ്മൾ H&Mലേക്കാണ് പോയത്. അവിടെ ഈ കിഡ്സിൻ്റെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ ആക്സസറീസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു ഹെയർ ബാൻഡ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനും പോകാൻ പോണ ഈ ബർത്ത്ഡേ പാർട്ടി ഗേൾസ് ഓൺലി പാർട്ടിയാണ്. ഇവരുടെ ക്ലാസ്സിൽ ബോയ്സ് ഉണ്ട്, പക്ഷേ ബോയ്സിന് ഇൻവിറ്റേഷൻ ഇല്ല, ഓൺലി ഗേൾസ്. നൈനു എന്നോട് പറയാണ്, അമ്മ ഐ എം സോ ലക്കി അമ്മ എന്ന്. ഞാൻ ഗേളായ കാരണമല്ലേ എനിക്ക് ഈ പാർട്ടിക്ക് പോകാൻ പറ്റണത്, ബോയ് ആണെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന്. ബോയ്സ് പാർട്ടിക്ക് ഇവളെ വിളിക്കണില്ലല്ലോ എന്ന് ഇവൾ ഓർക്കണില്ല. അപ്പോൾ ഗേളായ കാരണം ഗേൾസ് പാർട്ടിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇരിക്കുകയാണ്. പിന്നെ ഓരോ ബർത്ത്ഡേക്കും ഓരോ തീമാണ്. അപ്പോൾ നമ്മുടെ നാളത്തെ ബർത്ത്ഡേക്ക് ഡിസ്കോ മൂവി നൈറ്റ്, അതാണ് തീം. ഇതിന് മുന്നത്തെ പൈജാമ പാർട്ടി ആയിരുന്നു. അപ്പോൾ പൈജാമയ്ക്ക് ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ചെന്നിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോരും. ഒരു 2 hours ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യാറ്. ഫിക്സ് ചെയ്താ അവിടുന്ന് വന്നപ്പോൾ ഹെയർ ബാൻഡ് ഒക്കെ ആയിരുന്നു. ഇവിടുന്ന് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് മാറി. ബാഗായി, ഷൂസായി. എൻ്റെ പൊന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്. ഇപ്പം നൈനുവിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഈ ബർത്ത്ഡേക്കാരി. അതാണ്. ബാക്കി ഞങ്ങൾക്ക് ലാസ്റ്റ് ടൈമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ചോക്ലേറ്റ് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചോക്ലേറ്റ് ബോക്സ്, ചെറിയ ടോയ്സ് ഒക്കെ കൊണ്ടുപോകാറ്. ഇത് ഇപ്പോഴത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായ കാരണം ഡിമാൻഡ് കൂടുതലാണ്. ടോമി, Which one is better? This one or this one? both are same. Oh, sorry. I chose the wrong. Which one is better, this or this? I like this one. Which one you love it? This one. I think I know. എന്തായി സെലക്ട് ചെയ്താ? I keep thinking. I can't buy lip balm or something. അയ്യോ, ഈ കൊച്ചു കിടാവിന് എന്നെ ഒരു സാധനം വാങ്ങാൻ എന്തോ ഒരു കൺഫ്യൂഷനാ. അവൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഒരു 20 minutesന് ശേഷം നൈനു സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാ? Yes. ഓക്കെ, ലെറ്റ്സ് ഗോ. Okay. ഫ്രണ്ടിന് ഹെയർ ബാൻഡ് വാങ്ങാൻ വന്ന നൈനു മോള് ചെറുതായിട്ടൊന്ന് മാറി ഹെയർ ക്ലിപ്സും ചെയിനും ആണ് വാങ്ങിയത്. നല്ല ഭംഗിയുള്ള 2 വാങ്ങിയിട്ടുണ്ട് അവൾ. പിന്നെ ഈ H&Mൻ്റെ വേറൊരു സെക്ഷനാണ് H&M ഹോം. അപ്പോൾ അവിടെ ഈ സെയിം ഷോപ്പിൽ തന്നെയാണ് വേറെ സെക്ഷനായിട്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് നമ്മളൊന്ന് പോയി. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ക്രോക്കറി ഐറ്റംസും ഫ്ലവർ ബേസ് പിന്നെ ബെഡ്ഷീറ്റ്സ് അതൊക്കെ ഉണ്ട്. ചെറിയ കളക്ഷനുള്ളൂ, കുറേ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഏരിയ, ഇവിടെ ചില ഐറ്റത്തിനൊക്കെ നല്ല ഓഫേഴ്സ് വരാറുണ്ട്. ഇന്ന് വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ കാണുന്ന വാട്ടർ മെലോണിൻ്റെ ഒരു ലിപ് സ്ക്രബും മാസ്കും അടങ്ങണ ഒരു സെറ്റായിരുന്നു അത് വാങ്ങിച്ചു. പിന്നെ ചുമ്മാ ബില്ലിടാൻ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന മസ്കാരയിലേക്ക് ഒന്ന് നോക്കിയതാണ്. ലോകത്തിലെ ഏറ്റവും നല്ല മസ്കാര എന്ന് പറഞ്ഞിട്ട് ആ പെങ്കൊച്ചെന്നെ കൊണ്ടത് വാങ്ങിപ്പിച്ചു. നെക്സ്റ്റ് നമ്മൾ ടോയ്സിൻ്റെ ഷോപ്പിൽ ലിക്കിയയിലോ പോയി. അയ്യോ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പ്ലേസാണ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഞാനും നൈനും മിക്കവാറും അടിയാവാറുണ്ടെന്നു.
നൈനൂന് സ്ക്വിഷ് മെലോൺ എന്ന് പറഞ്ഞ പ്രാന്താണ് പ്രാന്ത്. അവളേൽ എത്ര സ്ക്വിഷ് മെലോൺ ആണെന്ന് അറിയോ? എന്നിട്ട് വീണ്ടും പോയി വാങ്ങും. എന്താ നൈനു ഇത് വീണ്ടും വീണ്ടും സ്ക്വിഷ് മെലോൺ വാങ്ങുന്നത്? Mama, we're not going to buy squishmallow anymore. We're not going to buy squishmallow again. We're going to buy something else small. Yeah, I got the Show me. small bag. Show me. Wow. അതെന്തൊക്കെയുള്ളത് ബാഗിന്റെ ഇൻസൈഡ്? There is rubber, pencils, and also some books. ഓക്കെ കഴിഞ്ഞാ പോവാ. And Mama, മനുഷ്യന്മാരെ കേടാക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ട് നോക്ക്. നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. എന്നാലും അവിടെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ടോയ്സും ഒക്കെ കിട്ടിയില്ലോ. അപ്പോൾ നൈനൂനി ബിഷപ്പിൻ്റെ വിളി വരും. അപ്പോൾ അവൾക്ക് ഫിക്ക വേണമെന്ന്. അപ്പോൾ നമ്മൾ ഫിക്ക വാങ്ങാൻ വേണ്ടി പോയതാണ് ഈ കേക്ക്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഇപ്പൊ so creamy. 8 out of 10. So creamy. എത്ര എത്ര 8. ഓ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതാണ് ഫേവറേറ്റ് ആയത്. But that's so creamy. നൈനു ഫിക്ക കഴിച്ചിട്ട് ഓരോ ഫിക്കും അവൾക്ക് റേറ്റിംഗ് ഉണ്ട്. റേറ്റിംഗ് 6 out of 10. 6 ഉള്ളൂ. Yeah, because it tastes very hard. കുഞ്ഞു ബേബിക്ക് ഷോപ്പിംഗ് ഒന്നും അത്ര പരിചയമില്ലാത്ത കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് കരയുണ്ട്. പിന്നെ ഞങ്ങൾ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല, നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്